കായംകുളം നഗരത്തിലെ കനീസ കടവ് പാലവും കരിപ്പുഴ തോടും മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത് മാതൃകയായി. കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA MPTA പ്രവർത്തകരും ചേർന്ന് പുഴ സംരക്ഷണ സന്ദേശ റാലിയും ബോധവൽക്കരണ യോഗവും സംഘടിപ്പിക്കുകയായിരുന്നു. കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA MPTA പ്രവർത്തകരും ചേർന്ന് പുഴ സംരക്ഷണ സന്ദേശ റാലിയും ബോധവൽക്കരണ യോഗവും സംഘടിപ്പിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റേഷൻ മുതൽ കനീസ പാലത്തിന്റെ സമീപം വരെയാണ് പുഴ സംരക്ഷണ സന്ദേശ റാലി നടത്തിയത്. ഭൂമിയൊരു ജീവന്റെ ഗർഭപാത്രം, പുഴ എന്നെ പോറ്റുന്ന പൊക്കിൽ കൊടി. ഭൂമിയൊരു ജീവന്റെ ഗർഭപാത്രം, പുഴ എന്നെ പോറ്റുന്ന പൊക്കിൽ പൊടി. പുഴമെലിഞ്ഞാലീ ഞാൻ മെലിയും, പുഴ മരിച്ചാലീ ഞാൻ മരിക്കും. പുഴമെലിഞ്ഞാലീ ഞാൻ മെലിയും, പുഴ മരിച്ചാലീ ഞാൻ മരിക്കും. നദിഹത്യ നരഹത്യ ആത്മഹത്യ, ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ. നദിഹത്യ നരഹത്യ ആത്മഹത്യ, ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ. കായംകുളത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന കരിപ്പുഴത്തോടും ഇതിനോട് ചേർന്ന കനീസ കടവ് പാലവും ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നവയാണ്. എന്നാൽ തോടും പാലത്തിന് സമീപവും വലിയ തോതിൽ ശോച്യാവസ്ഥയിലാണ്. മലിനീകരണമാണ് ഇവിടങ്ങളിൽ നേരിടുന്ന വലിയ പ്രശ്നം. സമീപത്തെ മാർക്കറ്റിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും തോട്ടിലേക്കും പാലത്തിന് സമീപത്തേക്കും മാലിന്യം കൊണ്ടുവന്ന് ഇടുകയാണ്. മാലിന്യ നിക്ഷേപം തടഞ്ഞുകൊണ്ടുള്ള ബോർഡിന് താഴെ പോലും മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനെതിരെ സ്ഥലം MLA മന്ത്രിയുമായ M. ലിജുവും നഗരസഭയും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന പരിപാടിയിൽ ആവശ്യമുയർന്നു. നമ്മുടെ നാടിനെ മലിനമാസമാക്കി കൊണ്ടൊഴുകുന്ന ഒരു പുഴ, ഒരു തോട് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറക്കുന്നില്ല. തോടുകളെയും പുഴകളെയും വനങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ നമുക്ക് ഈ തോടിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പുഴയെ സംരക്ഷിച്ച് ഇതിനെ ശുദ്ധമായി ഒഴുകുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ അധികാര തലത്തിൽ നിന്നും ഉണ്ടാകാൻ ഉള്ള ഒരു അഭ്യർത്ഥന, ഒരു നിവേദനം സെന്റ് മേരീസ് PTA-യുടെയും MPTA-യുടെയും സ്കൂളിലെ നല്ല പാഠത്തിന്റെയും പേരില് ഞങ്ങള് അധികാരികളെ അറിയിക്കുവാനുള്ള ഒരു തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇവിടുത്തെ അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. ഇവിടുത്തെ പൗരപ്രമുഖന്മാർ അതിനുവേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. ഈ സന്ദേശം ഇവിടെ എത്തിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. അവരോട് നമുക്ക് ഐക്യദാർഢ്യപ്പെടാം. നമുക്കറിയാം, നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ആവശ്യമായ ഓക്സിജനും, നമുക്ക് ആവശ്യമായ ശുദ്ധജലവും, നമുക്ക് ആവശ്യമായ ഭക്ഷണവും, നമുക്ക് ആവശ്യമായ പാർപ്പിടവും എല്ലാം തരുന്നത് നമ്മുടെ പ്രകൃതിയാണ്. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ദീപ്തി, PTA പ്രസിഡന്റ് TMA ഫാറൂഖ് സക്കാഫി, ആരാധ്യ S എന്നിവർ സംസാരിച്ചു. ഹൃദിക പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള കവിത ആലപിച്ചു. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ മന്ത്രിയും MLA-യുമായ M. ലിജുവിന് നിവേദനം നൽകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇതിനായി പൊതുജനങ്ങളുടെ ഒപ്പുശേഖരണവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.